ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ജിബിൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മ അരിപ്പായസം ഉണ്ടാക്കിയായിരുന്നു. പായസം ജെനിമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്. ജെനിമോളിട്ട് നല്ല പായസം എന്നൊക്കെ പറയുന്നു. അച്ചാച്ചനും അവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം ഞാൻ ദേ പായസം വെച്ചതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതേ ജിബിൻ വന്നപ്പോൾ ജിബിന് ഭയങ്കര ചമ്മലാണ് വീഡിയോ എടുക്കുന്നത്. ബാഗൊക്കെ ഇട്ടുകൊണ്ടാണോ വീഡിയോ എടുക്കുന്നത് വെച്ച് അകത്തോട്ട് കയറിപ്പോയി. ജെനിമോൾ ഇന്ന് സന്തോഷത്തിന് തുള്ളുന്നു. അങ്ങനെ ജിബിന് അവരുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അത് ഞങ്ങളെ കാണിച്ചതാണ്. നല്ലൊരു ഗിഫ്റ്റായിരുന്നു. ജിബിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് മെയിലൊരു ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ജിബിൻ എന്നൊക്കെ എഴുതി ഒരു ഫ്രെയിം ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു വർക്കായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ വന്ന് നോക്കുവാണ്. നീ അച്ചാച്ചനെ അവളത് ജെനിമോൾ കുഞ്ഞപ്പാപ്പിക്ക് കിട്ടിയ ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞ് കാണിക്കുവാണ്. അച്ചാച്ചൻ അതൊക്കെ നോക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ചുമ്മാ ഞങ്ങളുടെ വീട്ടിലെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ചുമ്മാ ഒന്ന് എടുക്കുമായിരുന്നു. ഇത് ജെനിമോൾ കുഞ്ഞായിരുന്നപ്പോൾ കിടന്നുകൊണ്ട് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇത് അമ്മച്ചിലൂടെ ഞങ്ങൾ കൊച്ചുമക്കളെല്ലാം ഇരുന്ന ഒരു ഫോട്ടോ. പിന്നെ ഇത് പഴയ ഫോട്ടോയൊക്കെയാണ്. അമ്മയുടെയും അച്ചാച്ചൻ്റെയും ഫാമിലിയുള്ള എല്ലാവരുടെയും ഫോട്ടോയൊക്കെയാണ്. ഇത് ഞങ്ങൾ ബോംബെക്ക് പോയ ഫോട്ടോയാണ്. അത് കഴിഞ്ഞിട്ട് ജോബിയുടെ തുണി തന്നെ മടക്കി വെക്കുകയാണ്. ഇപ്പോൾ ജെനിമോൾ ജോബിയെ കാണിക്കുവാണ് കുഞ്ഞപ്പാപ്പിക്ക് കിട്ടിയ ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, പഴയ മെമ്മറി കാർഡ്. അമ്മ അതെല്ലാം എടുത്ത് ജിബിൻ്റെ പഴയ ചെറുപ്പത്തിലെ ഫോട്ടോയൊക്കെ ചകഞ്ഞെടുക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് അപ്പച്ചൻ വന്നു. അപ്പച്ചനും വന്ന് ഫോട്ടോസൊക്കെ കാണുകയൊക്കെയാണ്. പഴയ ഫോട്ടോസൊക്കെയാണ്. ജെനിമോളുടെ കുറേ കൊച്ചിലത്തെ ഫോട്ടോയൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ജെനിമോൾ അവിടെയൊക്കെ ഒന്ന് തൂക്കുവാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ നിൽക്കാതെ ഒന്ന് പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര മടിയാണ്, തൂക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മടിയൊന്നും ഉണ്ടായാൽ ശരിയാകത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ തൂത്തൊക്കെ വാരുകയാണ്. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വേണ്ട വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. എന്നാലും ഞാനതൊന്നും കേൾക്കാതെ വീഡിയോ ഒക്കെ എടുക്കുവാണ്. എന്നിട്ട് അവൾ പതുക്കെയാണ് തൂത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പിള്ളേരായ ഇങ്ങനെയൊന്നും പറ്റത്തില്ല, തൂക്കാനും പണിയൊക്കെ ചെയ്യാനൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞു സ്പീഡിൽ തൂക്കാനൊക്കെ പറഞ്ഞ്. അന്നപ്പോൾ അവൾ വീണ്ടും സീരിയസ് ആയിട്ടൊക്കെ തൂത്തുവാരുമൊക്കെയാണ്. വീട്ടിലവൾ അത്യാവശ്യം പണിയൊക്കെ ചെയ്യും. ഇപ്പോൾ 6ാം ക്ലാസ്സിലായി. അപ്പം ഞാൻ പറയും ഇപ്പം പഠിക്കുന്നത് കൂടാതെ പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കൊച്ചുമക്കൾക്കൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ വീട്ടിലൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു തൂത്തുകൂട്ടി അതൊക്കെ വാരിക്കൊണ്ട് കളയാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അമ്മയാണ് അടുക്കളയിൽ നിന്ന് അവിടെ നിന്ന് തൂക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂലും കൊണ്ട് ഓരോന്നൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അമ്മ ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഒരു അടുപ്പിൽ കഞ്ഞി, ഒരടുപ്പിൽ ചൂടുവെള്ളം എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ബർത്ത്ഡേ കേക്ക്. 2 കേക്കുണ്ട്. ഒന്ന് ഞങ്ങൾ വാങ്ങിച്ചത്, ഒന്ന് നമ്മൾ അവൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തതുമാണ് ഒരു കേക്ക്. ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റുമാണ്. വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചത്, ബ്ലാക്ക് ഫോറസ്റ്റ് അവരുടെ ഓഫീസിൽ നിന്ന് കൊടുത്തതാണ്. 2 നല്ല കേക്കുകളായിരുന്നു. അതെല്ലാം ഓപ്പൺ ചെയ്ത് ജെനിമോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു 2 കേക്കും. അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാണ്. എന്നിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുവാണ്. പിന്നെ അടുത്തത് പ്രാർത്ഥനയുടെ സെക്ഷനാണ്. അച്ചാച്ചൻ ജിമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജോബി ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പച്ചനും എല്ലാവരും ജെനിമോളും എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുവാണ്.
പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. അത് അടുത്ത് കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ ജെനിമോളും ജിബിനുമാണ് എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുന്നത്. അപ്പം രണ്ടുപേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പച്ചനപ്പോൾ കൈ അടിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട്. അടുത്തത് അപ്പച്ചനാണ്. അപ്പച്ചന് അപ്പോൾ ദേ അപ്പച്ചൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്തു. അപ്പച്ചന് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ മുതിർന്നവരെയൊക്കെ കൂട്ടുമ്പോൾ അവർക്കും പ്രായമായവരൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അപ്പച്ചന് ഭയങ്കര സന്തോഷമായി ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന്. അടുത്തത് അച്ചാച്ചനാണ്. അച്ചാച്ചന് കേക്കൊക്കെ കൊടുത്തിട്ട് ഫോട്ടോയും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് അമ്മയുടെ സെക്ഷനാണ്. അപ്പം അമ്മ വന്ന് കേക്കൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തിട്ട് വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സന്തോഷമാണെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ വലിയൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതുപോലെ നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അച്ചാച്ചനും അമ്മയും കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്ന, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും. ജിബിനാണ് ഫുള്ള് ഹാപ്പിയിലാണ്. പിന്നെ അടുത്തത് ഞാനായിരുന്നു. ഞാൻ കേക്ക് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേന് പോസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങോട്ട് തിരിഞ്ഞാണ് ഞാൻ നിന്നത്. അപ്പോൾ ജോബി എന്നോട് പറയുവാണ് തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ കേക്ക് വായി വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അത് ഞാൻ പറയും ഇനി വായി വെക്കണ്ട, ചുമ്മാ ആക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് നിന്നെ വായി വെക്കുന്ന പോലെ അവൻ ആക്ട് ചെയ്യുവാണ്. ജോബി അവിടെ നിന്ന് ഓരോ കമൻറ്റൊക്കെ പറയുവാണ്. അപ്പം ഞങ്ങൾ പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം കേക്ക് വായിൽ വെച്ചിട്ട് അഭിനയിച്ച് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത്, എന്നിട്ട് ശരിയായില്ല. നമ്മൾ ചില സമയം എന്ത് ചെയ്താലും ശരിയാകത്തില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ച് ജിമിൻ്റെ വായി വെച്ച് കൊടുക്കുന്ന ഫോട്ടോ എടുക്കുവാണ്. അതിൻ്റെയാണ് ആക്ഷനാണ് കാണുന്നത്. ജോബി വന്നിട്ടിടയ്ക്ക് അങ്ങനെ നിൽക്കി ഇങ്ങനെ നിൽക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ എന്ത് ചെയ്തിട്ട് ശരിയാകുന്നില്ല അങ്ങോട്ട്. അടുത്തായിട്ട് ജോബിയുടെ ഉഴവാണ്. ജോബി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതേ അടുത്ത ബ്ലാക്ക് ഫോറസ്റ്റ് അടിപൊളി കേക്കായിരുന്നു. അത് കട്ട് ചെയ്ത് അത് രണ്ടും കട്ട് ചെയ്ത് പിന്നെ ഇതേ ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫിത്തിയൽ അജീബിൻ്റെ ഗിഫ്റ്റാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് തേക്കാനുള്ള നടപ്പാണ്. ജെനിമോൾ എല്ലാവരുടെയും മുഖത്ത് കൊണ്ട് തേക്കുവാണ്. അത് കഴിഞ്ഞ് ജിബിനും ജെനിമോളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മുഖത്ത് തേക്കാനുള്ള തത്രപ്പാടിലാണ്. അവിടെ കിടന്ന് ഭയങ്കര വഴക്കാണ് രണ്ടുപേരും കൂടി. എന്നിട്ട് ലാസ്റ്റ് ജെനിമോളുടെ മുഖത്ത് കൊണ്ട് കേക്ക് വായിക്കത്തും മുഖത്തൊക്കെ കൊണ്ട് കേക്ക് തേച്ച് ജെനിമോൾ അതുപോലെ എല്ലാവരും ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എൻ്റെയൊക്കെ മുഖത്ത് കൊണ്ട് തേച്ച് ഞാൻ മുഖം കഴിക്കളഞ്ഞു. അപ്പച്ചന് ചിരിയുണ്ട്. അപ്പച്ചൻ ഭയങ്കര ഹാപ്പിയാണ്. ജോബിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് മുറിച്ച് കഴിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. എന്നിട്ട് ലാസ്റ്റ് വയറ് നിറഞ്ഞെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇനി എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ചോറൊക്കെ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അമ്മ അതേ പായസമായിട്ട് വന്ന്, പായസം അരിപ്പായസമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അച്ചാച്ചനും അമ്മയും കൂടി ഉണ്ടാക്കിയതാണ് പായസം. പിന്നെ ജെനിമോൾ ഇവർ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മുറിച്ചിട്ട് അതും അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് കൊടുക്കുന്ന
കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ജോബി ഉടനെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അടുത്ത ഇനിയും പിന്നെ തൂമ്പ എടുത്ത് കിളച്ച് കേക്ക് എടുക്കാനൊക്കെ പറയുന്നു. തൂമ്പായം കൊണ്ട് കളച്ച് കേക്ക് എടുക്കാനൊക്കെ പറയുന്നു. അങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. അപ്പം അമ്മ വന്നു. അമ്മ ഇതേ കേക്കൊക്കെ വായി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം, അപ്പം ഞാനും ക്യാമറ ആരുടെ കൊടുത്തിട്ട് ജോബിയുടെ കൊടുത്തിട്ട് ഞാനും പോയി വാങ്ങിച്ച് മുമ്പത്തെ പോലെ തന്നെ ഫോട്ടോ എടുക്കാൻ ജോബിക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചൻ വന്നു. പിന്നെ ആ കേക്കും എല്ലാവരും വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കള ചെന്ന് നോക്കിയപ്പോൾ കാന്താരി ചമ്മന്തി ഇരിക്കുന്നു. ഒത്തിരി നാളായി കാന്താരിയൊക്കെ കഴിച്ചിട്ട്. ഞങ്ങളവിടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതുകൊണ്ട് അവിടെ കാന്താരി അങ്ങനത്തെ സംഭവമൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒത്തിരി നാളായി കഴിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാനതെടുത്ത് ചോറിൻ്റെ കൂടത്തിൽ വെച്ച് പിന്നെ തെരണ്ടി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. തെരണ്ടി മീൻ്റെ ചാറാണ് അമ്മ ഒഴിക്കുന്നത്. അപ്പോൾ ജനിമോൾ ചെല്ലുന്നു. ജനിമോൾക്ക് കറിയൊക്കെ കൊടുക്കുന്നു. എല്ലാവർക്കും അമ്മ ചോറ് വിളമ്പുവാണ്. പായസം കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോറൊക്കെ കഴിക്കുന്നത്. ഇത് സാമ്പാറാണ്. സാമ്പാറും തെരണ്ടി മീൻ കറി വെച്ചതും പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു. തോരനാണ് ഇപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ജനിമോൾ സാമ്പാർ എടുത്തുകൊണ്ട് ജനിമോൾ തന്നെ എടുക്കുവാണ്. അത് തോരനാണ്. ക്യാരറ്റും കോവയ്ക്ക കൂടി ഇട്ട് തോരൻ വെച്ചാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കറിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ജനിമോക്കൊരു മോഹം. അവിടെ ക്രിസ്മസിന് വാങ്ങിച്ച കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ ഇരുന്ന് അത് കത്തിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ അതെല്ലാം അവിടെ 3 പേരും കൂടി നിന്ന് കത്തിക്കുകയാണ്. അമ്മയും ജിബിനും അമ്മയും കൂടി അവരുടെ കൂട്ടത്തിൽ കൂടി. എന്നിട്ട് അമ്മയും ജിബിനും ജനിമോളും കൂടി. ജനിമോൾക്ക് അത് കത്തിച്ചേ അടങ്ങത്തുള്ളെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു അവിടെ കിടന്ന്. പിന്നെ ലാസ്റ്റ് ജിബിന് തീയൊക്കെ ആയിട്ട് ഇറങ്ങി, തീപ്പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കത്തിക്കുവാണ്. പിന്നെ മത്താപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. മത്താപ്പൂ പൊട്ടിച്ചപ്പോൾ ശരിക്കും പേടിച്ചു പോയി. വലിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പടക്കവും ഇങ്ങനെ ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഭയങ്കര പേടിയാണ്. ഞാനതുകൊണ്ട് മാറി ഇന്ന് വീഡിയോ എടുത്തുള്ളൂ. പിന്നെ അടുത്തത് മത്താപ്പൂ വന്നൊന്ന് കത്തിക്കാൻ വേണ്ടി. ഇത് കമ്പിത്തിരിയാണ്. കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പിത്തിരി കുറച്ചുകൂടി ഉണ്ടായിരുന്നു തീരാൻ. അത് കഴിഞ്ഞിട്ട് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് മത്താപ്പൂ കത്തിക്കുന്നത്. മത്താപ്പൂവാണ് അവിടെ ഒരു കല്ലേ കൊണ്ട് വെച്ചേക്കുവാണ്. അത് ഭയങ്കര സൗണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പേടിച്ച് ഞെട്ടിപ്പോകുമ്പോൾ എൻ്റെ ക്യാമറയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്നു. അങ്ങനെ രാത്രിയിൽ ജനിമോടെ ആഗ്രഹവും നടന്നു. ജനിമോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജിബിനും അമ്മയും കൂടി വീട്ടിലോട്ട് കൊണ്ടുവിട്ടു. അപ്പോൾ തന്നെ സമയം കുറേ ആയായിരുന്നു. അപ്പോൾ അന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇവിടെ വെക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നടന്ന ചെറിയൊരു ബർത്ത്ഡേയുടെ ആഘോഷമാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ ഞാനിനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ഡിയേഴ്സ്.